ഹായ്, എല്ലാവർക്കും നല്ല ദിവസം ഒരു ആശംസിക്കുന്നു. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള ദിവസം കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികൾക്കും എല്ലാം ഒന്ന് ചാണകവെള്ളം ഒഴിക്കാനിരിക്കുമായിരുന്നു. ഈ ചാണകവെള്ളം ഒഴിച്ചാലാട്ടോ നമ്മുടെ എല്ലാ തൈകളൊക്കെ കയറി വരുള്ളൂ. ഈ മഴയാകുമ്പോൾ നമ്മുടെ ചോട്ടിലിട്ട് അതങ്ങ് ചീഞ്ഞു പോവുമല്ലേ ഉള്ളൂ. അപ്പോൾ മഴ മാറിയിട്ടാണെങ്കിൽ ഇത് ചാണകം ഏറ്റവും നല്ല കലക്കി ഒഴിക്കുക. അപ്പം എന്നെ ചുമയാണോ? പൊന്നൂസിന് ചുമയാട്ടോ. അപ്പോൾ കലക്കി ഒഴിക്കും കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ വേര് അബ്സോർബ് ചെയ്തെല്ലാം പെട്ടെന്ന് ഗ്രോ ചെയ്യും കേട്ടോ. ഈ റോസപ്പൂവിനൊക്കെ ആണെങ്കിൽ റോസയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് ഒഴിച്ചാൽ പ്രത്യേക കളറൊക്കെ ഉണ്ടാവും. ചാണകവെള്ളം നന്നായിട്ട് കലക്കി ഒഴിക്കണം വെയിലൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ഒന്ന് കലക്കി ഒഴിക്കാൻ വേണ്ടി കേട്ടോ. കലക്കി ഒഴിക്കുമ്പോൾ വെച്ചാൽ നന്നായിട്ട് നേർപ്പിച്ച് ഒഴിക്കണം കേട്ടോ. കട്ടിയിൽ ഒഴിച്ചാൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യില്ല, ഗ്രോത്ത് ഒന്നും സംഭവിക്കില്ല. നന്നായിട്ട് നേർപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. നമ്മുടെ ഉള്ളിക്കൊക്കെ അല്പം തീരെ കട്ടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി തൈ ഒക്കെയാണ്, അതിനൊക്കെ ഞാൻ ഈ പെയിൻറ്റും പാത്രത്തിൽ പാത്രം വെച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ വഴുതന തൈ ഒക്കെയാണ്, അതൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് തക്കാളി തൈ. നമ്മുടെ പയറിനും ബീൻസിനൊക്കെ ഇതിനൊക്കെ ഒരേ പാത്രം വെച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങ് വെയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ എല്ലായിടത്തും അസുഖവും കാര്യങ്ങളും, പനി, ഡെങ്കിപ്പനി, വൈറൽ ഫീവറൊക്കെ ആട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ പയറിനും ബീൻസിനൊക്കെ ഇതിനൊക്കെ ഒരേ പാത്രം വെച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങ് വെയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്തോളും. നമ്മുടെ വഴുതന അപ്പോൾ ഈ തക്കാളി കിശുവായിപ്പോയി കേട്ടോ. ഞാൻ ഈ വേലിച്ചീരയ്ക്കും ഇഞ്ചിക്കൊക്കെ അല്പം ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പയറുണ്ട്, ചതുരപ്പയറുണ്ട്. ഇത് ചീര, സാമ്പാർ ചീരയില്ലേ അത്. നമ്മൾ ഈ ചാണാൻ ഒഴിക്കണേ കേട്ടോ. ബാക്കി എല്ലാം ഇത് ഞാൻ പറിച്ച് നട്ടെ കരിയാപ്പാട്ടോ. 2 കരിയാപ്പ് പറിച്ച് നട്ടിട്ടുണ്ട്. അത് പിടിച്ചു. ആ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പറിച്ച് നട്ടത്. നല്ല വെയിലാട്ടോ. അപ്പോൾ ഈ കരിയാപ്പിന് ഏറ്റവും നല്ലതുണ്ടല്ലോ, നമ്മുടെ ഈ മോര് പുളിച്ചതില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കയറി വരും കേട്ടോ. അതാണ് നമ്മുടെ കരിയാപ്പിനുള്ള ഏറ്റവും നല്ല വളം. നമ്മുടെ ഇഞ്ചിയൊക്കെ പൊങ്ങി പോകണ്ട്. അതിനൊക്കെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ ബാക്കി എന്ത് വളം ഇടണേക്കാളും നല്ലതുണ്ടല്ലോ ഈ ചാണകം കലയ്ക്കും. ബാക്കി ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും എന്ത് ഇട്ടാലും ഇത്രയും ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ ചാണകം അങ്ങ് നല്ല നേർപ്പിച്ച് അങ്ങ് കലക്കി ഒഴിക്കുവാണെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. എല്ലാ ചെടികൾക്കും അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഈ പച്ചക്കറിക്കൊക്കെ പയർ അങ്ങനെയുള്ളതിനൊക്കെ ഈ ചകിരി കത്തിക്കാത്ത ചാരം ഇല്ലേ, അതും കൂടെ പകുതി അങ്ങ് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് അങ്ങ് തൂളി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചാണകം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടുണ്ടായി വരും കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ ചുണ്ടരിക്കുട്ടി. ഇവിടെ നോക്കിയേ, പൊന്നോട് നോക്കിയേ, ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. വാവി എന്ന് പറ. ചുമയൊക്കെയാണ്, ആശുപത്രിയിലൊക്കെ പോകണം. ഇനി ഒന്ന് പോയി മാറിയില്ല അല്ലേ പൊന്നോ? ഈ വെയിലത്ത് തന്നെ ഈ ചെടിക്കും കൂടെ ഒന്ന് ഉണ്ടോ നമ്മുടെ ബാൾസത്തൊക്കെ തീരെ നേർപ്പിച്ച് ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ, ചീഞ്ഞു പോകും. അതുപോലെ തന്നെ റോസ് ഉണ്ടോ, എല്ലാ ഫ്ലവർ. നമ്മുടെ ഈ ചെടിയൊക്കെ കാണാൻ നല്ല രസമില്ല, ഇലച്ചെടികളൊക്കെ. അതിനൊക്കെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ റോസ്. ഈ റോസിലിങ്ങനെ പ്രാണികളുണ്ടാവുന്നേ, ആ റോസപ്പൂ അങ്ങ് തിന്നും. അതാണ് ഒരുപാട്. റോസിലൊക്കെ നന്നായിട്ട് മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല കളർ വെച്ചിട്ട് പ്യുവർ റെഡല്ല, വേറൊരു ലൈറ്റ് റെഡ് കൂട്ടുള്ളത് ഉണ്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാട്ടോ. ഞാൻ അത് ഷെയ്ഡിലായിരുന്നു വെച്ചായിരുന്നു. അപ്പോൾ ഷെയ്ഡിൽ നിന്ന് എടുത്ത് വെയിൽ കൊള്ളാൻ വെച്ചാൽ സൺലൈറ്റ് വേണമല്ലോ ചെടികൾക്ക്. അല്ലെങ്കിൽ പിന്നെ അപ്പം ഞാൻ ലൈറ്റായിട്ട് അവയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ചാണകവെള്ളം. കണ്ടോ, ഈ ചെടിയുടെ അവസ്ഥയാണ് വളരെ ശോചനീയം. നമ്മുടെ ചട്ടിയൊക്കെ തിങ്ങി നിന്നതായിരുന്നു കേട്ടോ. പക്ഷെ ആ മഴ പെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തു വെച്ചത് ഷെയ്ഡിലേക്ക് എടുത്തു വെച്ചതേ. അപ്പോൾ അത് മൊത്തം പോയി ഇത് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ആ ഒടിയാത്തത് മാത്രം ഇങ്ങനെ നിൽക്കണേ. ഇത് ചട്ടി തിങ്ങി ഇങ്ങനെ നിന്നായിരുന്നു. എന്ത് രസമായിരുന്നു. ഇത് ഫുൾ പോയി. ഇനി അത് അത് വെയിലായി വരുമ്പോഴത്തേക്കും പൊടിച്ച് വരുമായിരിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് വെയിലത്തേക്ക് എടുത്തു വെച്ചതാണ്. കണ്ടോ ഈ ബാൾസം കണ്ടോ, ഈ ബാൾസത്തിന് എത്ര ലെയറാന്ന് നോക്കി, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് ഇതിൻ്റെ തണ്ടൊക്കെ ഒടിഞ്ഞു പോകണതുകൊണ്ട് ഷെയ്ഡിലേക്ക് എടുത്തു വെച്ചു. അതുകൊണ്ട് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ഒന്നും പൂത്തിട്ടില്ല. കണ്ടോ ഉണ്ടോ, സൺലൈറ്റ് ഉള്ളിടത്ത് നോക്കി. അയ്യോ അത് അതിലില്ല ചെടി കേട്ടോ.
നമ്മുടെ പൊന്നൂസ് പുറകെ തന്നെയുണ്ട് കേട്ടോ. ഇങ്ങോട്ടും ഞാൻ നീങ്ങി കണ്ടോ. ഇത് നന്നായിട്ട് സൺലൈറ്റ് കിട്ടണോണ്ട് ഇപ്പം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പറിക്കരുത് പൂ പറിക്കില്ല. ആ വേനക്ക് കുറേ ബാൾസും കുറേ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പോയി ആ മഴയത്ത് പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോയി. എല്ലാം അലക്കിയിട്ടേക്കും കേട്ടോ. നല്ല വെയിൽ. ഇത് നമ്മുടെ വെള്ള ചെത്തി കേട്ടോ. സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് കണ്ടോ. ഇപ്പം അത് എപ്പോഴും ഇങ്ങനെ പൂത്തോണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു ഇതങ്ങ് പൂ അങ്ങ് നിന്നോളൂ. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇച്ചിരി സൺലൈറ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് വീണ്ടും കണ്ടോ. വളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചാണകം നന്നായിട്ടങ്ങ് കലക്കി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് പൂവിട്ടോളം കണ്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ തീരെ ചെറുത്, ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ ചെടി വാങ്ങിച്ചതിൻ്റെയൊക്കെ ഫോട്ടോസ് അന്ന് ഇട്ടായിരുന്നു. ഇതൊക്കെ തീരെ കുഞ്ഞു ചെടിയായിരുന്നു കേട്ടോ. ഇപ്പം ഞാനത് പറിച്ച് ഒരു കവറിലാണ് കിട്ടിയത്. അതൊക്കെ ഞാൻ കവർ ചെയ്യുന്ന വലിയ ചട്ടിയിലേക്കൊക്കെ വെച്ച് ഇപ്പം അത് വലുതായി. ഇതിൻ്റെ വൈറ്റ് പൂവായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടല്ലോ, ഇത് നല്ല ചെടിയാട്ടോ. നല്ല പൂവുണ്ടാവണേ. ഇപ്പം അതെ ഇത് പൂവുണ്ടായി അങ്ങ് തീർന്നു. ആ പൂ അങ്ങ് ഉണങ്ങിപ്പോയുള്ളേ. ഈ ചട്ടിയിൽ നിന്ന് മറിഞ്ഞു പോയി, അതാണ് വിഷയം വന്നത്. പിന്നെ ഇനി ഇത് ഈ ഇത്തിരി സൺലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് വേഗം മുട്ടുണ്ടാവും കേട്ടോ. നിറച്ചും പൂവുണ്ടാവും. നല്ല റെഡ് ഫ്ലവേഴ്സ് കേട്ടോ. അടിപൊളി കാണാം. എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഇതിൻ്റെ കമ്പ് ഇങ്ങനെ മുറിച്ച് കുത്തണം കേട്ടോ. ചാണകവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ പോരാ. ചെടിയിലെ പുല്ല് പറിക്കുന്ന ആരും പറയരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ മഴക്കാലത്ത് മൂന്നാമത്തെ നിർത്തങ്ങാണ്ട് പുല്ല് പറിച്ച് തീർന്ന വീണ്ടും ഇപ്പോൾ കാട് പിടിച്ചതാട്ടോ. പച്ചക്കറി തോട്ടത്തിൽ ഇതിലൊരു മത്തത്തൈയാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അല്പം ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഒരു വഴുതന. മാറ്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രാവശ്യം കൂട്ടിയതൊക്കെ തീർന്നു കേട്ടോ. ചെടിക്കൊക്കെ ഒഴിച്ചു. ഇനി എനിക്കൊരു ജാതിയുണ്ട്, ഒരു നാരകത്തിൻ്റെ എഡ്വിൻ നട്ട മതി നിർത്താൻ, ഒരു നാരകത്തിൻ്റെ തയ്യും ഉണ്ട്. അപ്പം അതിനും കൊണ്ട് ചാണകവെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി വെള്ളം വേണ്ട പൊന്നോ, വേണ്ടടാ, വെള്ളം പിടിക്കണ്ട. അപ്പം അതിനും കൂടി ഒഴിക്കണം. ഇതിനിടയ്ക്ക് ഞാനുണ്ടല്ലോ, എനിക്ക് കുറച്ച് വേനക്ക് പറിച്ച് ചേമ്പിൻ്റെ ഒക്കെ തണ്ടൊക്കെ ഉണ്ടായിരുന്നു, തടയൊക്കെ കിടക്കണ്ടായിരുന്നു വലുതേ. അപ്പം ഞാൻ അത് പറമ്പിക്കൂടെ അത് മുറിച്ചിട്ട് പറമ്പിക്കൂടെ നട്ടു വെച്ചു കേട്ടോ. അതെല്ലാം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചേമ്പ് പുഴുങ്ങി കഴിക്കണം എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അതുപോലെ തന്നെ ചേമ്പ് കറി വെച്ചാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വെച്ച് മസാലയൊക്കെ ഇട്ട് മെഴുക്കുവരട്ടിയായിട്ട് വെച്ചാലും ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ചേമ്പൊക്കെ എല്ലാം നട്ടു വെച്ചു. അപ്പം ആ പരിപാടിയും തീർന്നു. അപ്പം ഞാൻ ഇനി ജാതിക്കും നാരകത്തിനും കൊണ്ട് ഒഴിച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാൻ തന്നെ പൊന്നോ ബക്കറ്റ് ഒന്ന് ഒഴിക്കട്ടെ. ഞാൻ ആദ്യം പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അവൾ ഒഴിക്കണം. ഓടാ ഇല്ല, അമ്മ ഇത് ഒഴിച്ചിട്ട് വരട്ടെ. മാറടാ വലുതായോണ്ട് വലിയതിൽ പിടിക്കണം. പൊന്നൂസിന് ഭയങ്കര നിർബന്ധം പിടിക്കണം. എന്നാൽ പൊന്നൂസും കൂടെ പിടിക്കും കേട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ ജാതി പൊന്നൂസ് ഞാനും കൂടെ ഒഴിക്കും കേട്ടോ. ഒരു വർഷമായില്ല കേട്ടോ അത് നട്ടിട്ട്. ഇത്തിരി വലുതായോണ്ട് ഇത്തിരി കൂടുതൽ ഒഴിക്കുക. കണ്ടോ, ഇത് നമ്മുടെ ഇതാട്ടോ നാരക എന്ന് പറഞ്ഞ എഡ്വിൻ 1ാം ക്ലാസ്സിൽ വെച്ച് നട്ട നാരക കേട്ടോ. വലുതായി, ഒത്തിരി വലുതല്ല, ഇത്രയൊക്കെ ആയി. എന്താ വേനക്ക് പുഴുശല്യമായിരുന്നു, അതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ വന്നു കേട്ടോ. എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ അല്പം വളമൊക്കെ ഇട്ട് ഓക്കെ ആയി വന്നു കേട്ടോ. അപ്പോൾ ഇതിനും കൂടെ ഒന്ന് ചാണകവെള്ളമൊക്കെ ഒഴിച്ച് നിർത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറമ്പിലിരിക്കുമെന്ന് ഞങ്ങൾ ചാണകവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ ഇരിപ്പാട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാ ചെയ്യണേ? പൊന്നു ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കണം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവുകയും, അല്ലാണ്ട് ഒന്നും ഇങ്ങനെ ഇല്ലാണ്ട് നമ്മൾ വീണ്ടും വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു രസം തോന്നില്ല. ഇത് കമൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വായിച്ച് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ പറ. ഓക്കെ.